എല്ലാവർക്കും നമസ്കാരം. ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട്ടിൽ ഒരാൾ മരണപ്പെട്ട് മൃതദേഹം സംസ്കരിച്ച് 24 മണിക്കൂറിന് ശേഷം അഴുകി ദുർഗന്ധം പുറപ്പെടുവിക്കും. അതിലാകൃഷ്ടമായിട്ട് അനേക ലക്ഷം പുഴുക്കളും കീടങ്ങളും ഉറുമ്പുകളും നിരനിരയായി എത്തിച്ചേരും. 3-ാം ദിവസം കുഴിച്ചുമൂടിയ മൃതദേഹത്തിൻ്റെ മൂക്ക് ആദ്യം ചീഞ്ഞു തുടങ്ങും. 6-ാം ദിവസം നഖങ്ങൾ കൊഴിഞ്ഞു വീഴും. 9-ാം ദിവസം മുടികൾ കൊഴിഞ്ഞു തുടങ്ങും. മൃതദേഹത്തിൻ്റെ സകല രോമങ്ങളും കൊഴിഞ്ഞു വീണ് വയറ് വീർക്കാൻ തുടങ്ങും. 17-ാം ദിവസം വയറ് പൊട്ടി മൃതദേഹത്തിൻ്റെ ഉൾഭാഗങ്ങൾ പുറത്തു ചാടും. 60 ദിവസത്തിന് ശേഷം മൃതദേഹത്തിലെ മാംസങ്ങളെല്ലാം ദ്രവിച്ചു പോകും. ഒരു തരി മാംസം പോലുമില്ലാത്ത അസ്ഥികൂടമാകും. 90 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അസ്ഥികൂടത്തിലെ എല്ലുകൾ പരസ്പരം അകന്നു തുടങ്ങും. 1 വർഷത്തിന് ശേഷം എല്ലാ അസ്ഥികളും മണ്ണിൽ അലിഞ്ഞു ചേരും. സംസ്കരിച്ച ആ മൃതദേഹം അങ്ങനെ മാഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പ്രകൃതി മായ്ച്ചു കളയുന്നു. എത്ര ശക്തിയും ബുദ്ധിയും സൗന്ദര്യവും അഹങ്കാരവും ആത്മാഭിമാനവും പകയും വെറുപ്പും ധീരതയും ബഹുമാനവും സമ്പത്തും ഉണ്ടായിട്ടും നേടിയതെല്ലാം ഭൂമിയുടെ മുകളിൽ ഉപേക്ഷിച്ച് വെറും കൈയോടെ ഭൂമിക്കടിയിൽ ഒരു നാൾ അലിഞ്ഞു ചേരേണ്ടവരാണ് എല്ലാ മനുഷ്യരും. പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും കൊള്ളപ്പലിശ വാങ്ങിയും സ്വന്തം മക്കൾക്ക് പോലും നല്ല ആഹാരവും വസ്ത്രവും വാങ്ങി നൽകാതെ കൺമുന്നിൽ വേദന അനുഭവിക്കുന്നവരുടെ കണ്ണീർ കണ്ടില്ലെന്ന് നടിച്ചും ഇങ്ങനെ ആർത്തിയോടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാതെ സമ്പത്ത് വാരിക്കൂട്ടുന്നത്? ഇത്തരക്കാരിൽ പലരുടെയും മക്കൾ ഇവരുടെ മരണശേഷം സാമൂഹ്യ വിരുദ്ധരും സമൂഹത്തിന് ചേരാത്ത പ്രവൃത്തികളിൽ പണം ദൂർത്തടിച്ച് അവസാനം ആരോഗ്യവും പണവും തകർന്ന് വീഴുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് ധാരാളം. കട്ടും അഴിമതി കാണിച്ചും കിട്ടുന്ന പണം കൊണ്ട് നേടുന്ന ആഹാരത്തിന് രുചിയുണ്ടാവില്ല. നമ്മൾ മാന്യന്മാരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ്. എന്നാൽ അവരവരുടെ മനസാക്ഷിയെ പറ്റിക്കാൻ കഴിയില്ല. തലയോട്ടികളാകുന്നതിന് മുമ്പ് മറ്റുള്ളവരെ സഹായിക്കുക.